എല്ലാ പ്രേക്ഷകർക്കും മാമീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. കാണുന്ന നമ്മുടെ പരിപ്പ് വടയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് നല്ലതുപോലെ കുതിർത്ത് വയ്ക്കുക. കുറഞ്ഞതൊരു 4 മണിക്കൂർ സമയം കുതിർത്ത് വയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിനൊരു 3 സ്പൂണോളം മാറ്റി വയ്ക്കുക. മിക്സിയുടെ ജാറിലേക്ക് തട്ടി ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരയാൻ പാടില്ല, ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 3 സ്പൂൺ കടല പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം ചെറിയ ഉള്ളി, ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 5 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. ഒരു 5 വറ്റൽമുളക് ചോപ്പ് ചെയ്തിടുക. കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് എടുക്കുക. കുറച്ച് ഒരു 2-3 ചീരി, പെരിഞ്ചീരകം മുഴുവനെ തന്നെ ഇടുക, പൊടിക്കേണ്ട ആവശ്യമില്ല. കാശ്മീരി മുളക് പൊടിയാണ്. കുറച്ച് നിറത്തിനും എരിവിനും വേണ്ടി എണ്ണാത്തവർ ചേർക്കേണ്ട. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇത് കായപ്പൊടിയാണ്, 1 ടീസ്പൂൺ കായപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുള ഉരുട്ടി കൈയുടെ ഉരുള കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതിൻ്റെ വട പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക. 250-300 ഗ്രാം വെളിച്ചെണ്ണ മതിയാവും. ഒരുപാട് വടയൊന്നും പിടിച്ചിടാൻ പാടില്ല. ചെറിയത് ഒരു 5-6 എണ്ണം മാത്രമേ ഇടാവൂ. എന്നിട്ട് ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ തന്നെ അത് കുറച്ച് 3/4 ഭാഗം വരുന്നതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി വട വേവിച്ചെടുത്താൽ കുറച്ച് നല്ല ക്രിസ്പി ആയിരിക്കും. വട ഉണ്ടാക്കുക എന്നുള്ള കലാപരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.